ഇന്ന് പാവയ്ക്ക തീയൽ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് കേട്ടോ. ഇതിനു വേണ്ടി ഞാനൊരു വലിയ പാവയ്ക്ക എടുത്തിട്ടുണ്ട്. പിന്നീട് നമുക്ക് വേണ്ടത് ചെറിയ ഉള്ളിയാണ്. ഇപ്പം എൻ്റെ കയ്യിൽ ചെറിയ ഉള്ളി കുറച്ച് കുറവായിരുന്ന കാരണം ഞാൻ സവാളയാണ് എടുത്തിരിക്കുന്നത്. ഒരു 1.5 സവാള എടുത്തിട്ടുണ്ട്. രണ്ടും ചെറിയ കഷ്ണങ്ങളായിട്ട് നമ്മൾ അരിഞ്ഞെടുക്കുക. പിന്നെ നമുക്ക് വേണ്ടത് പുളിയാണ്. അപ്പോൾ പുളി വെള്ളത്തിലിട്ട് വെക്കുക. നമുക്ക് സാമ്പാറിനൊക്കെ നമ്മൾ എടുക്കില്ലേ, അത്ര തന്നെ ക്വാണ്ടിറ്റി മതി. പുളി വെള്ളത്തിലിട്ട് വെക്കുക. പിന്നെ നമുക്ക് ഈ സവാളയും പാവയ്ക്കയും, തൃശ്ശൂർ സൈഡിൽ കയ്പ്പയ്ക്ക എന്നാണ് പറയുക, കയ്പ്പയ്ക്കയും ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം. കളറും അല്ലാതെ മാറി വരണമെന്നൊന്നുമില്ല, ഒന്ന് നന്നായി വഴറ്റിയെടുത്താൽ മതിയാകും. അതിന് ശേഷം അത് രണ്ടും കൂടി നമുക്ക് സ്റ്റൗവിൽ വേവിക്കാനായിട്ട് വെക്കാം. പാവയ്ക്കയും ഉള്ളിയും കൂടി നന്നായി വെന്ത് വരുമ്പോഴേക്കും നമുക്ക് സൈഡ് ബൈ സൈഡായിട്ട് തേങ്ങയൊക്കെ ഒന്ന് നന്നായി വറുത്തെടുക്കാം കേട്ടോ. ഇതിന് അരപ്പിന് ആവശ്യമായ തേങ്ങ നല്ല ബ്രൗൺ കളറിൽ നമുക്ക് വറുത്തെടുക്കണം. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഉള്ളിയും കുറച്ച് ഉലുവയും ഇതിൽ നമ്മൾ ചേർത്ത് കൊടുക്കണം. എല്ലാം ചേർന്ന് നമ്മൾ നന്നായി വഴറ്റിയെടുക്കണം, നല്ല റെഡ് കളറാവുന്നത് വരെ. അതിന് ശേഷം നമുക്ക് ആവശ്യമായ മല്ലിപ്പൊടി, മുളക് പൊടി എന്നിവ കൂടി ചേർക്കാം. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അപ്പം നന്നായി വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ചൂടാറി കഴിഞ്ഞാൽ നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് അരച്ച് നല്ല പേസ്റ്റാക്കി എടുക്കാം. ഇപ്പം നമ്മുടെ പാവയ്ക്കയും സവാളയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അരപ്പും നന്നായിട്ട് അരച്ചെടുക്കാം. മിക്സിയിലിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ വെന്ത് കഴിഞ്ഞ കഷ്ണത്തിലേക്ക് നമുക്ക് ഈ പുളിവെള്ളം ചേർത്ത് കൊടുക്കാം. നമ്മൾ ഓൾറെഡി വെള്ളത്തിലിട്ട് വെച്ച പുളി നമുക്ക് ഇപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പുളി നന്നായി തിളച്ച് വരുമ്പോൾ നമുക്ക് ഉപ്പ്, ചെറുതായിട്ട് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. അതിന് ശേഷം നമ്മൾ അരച്ച് വെച്ച അരപ്പ്, പുളി നന്നായി തിളച്ച് പൊന്തി വന്നതിന് ശേഷം അരപ്പും ചേർത്ത് ഇളക്കുക. ഇനി അതും നന്നായി തിളച്ച് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഓഫ് ചെയ്യാവുന്നതാണ്. ഇപ്പം നന്നായി തിളച്ച് വരുന്നുണ്ട്. നമ്മളെല്ലാം ചേർത്ത് കൊടുത്തു കഴിഞ്ഞു, പുളിയും അരപ്പും എല്ലാം ചേർത്ത് കൊടുത്തു കഴിഞ്ഞു. ഇപ്പം നന്നായി പൊന്തി വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് ഒരു 3 ടീസ്പൂൺ ശർക്കരയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ശർക്കരയുടെ പൊടിയാണ് കേട്ടോ ചേർത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പഞ്ചസാരയോ എന്താണെങ്കിൽ ചേർക്കാം. മധുരത്തിനായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കണം. ഇത് ഞങ്ങളുടെ തൃശ്ശൂർ സ്റ്റൈലിലുള്ള ഒരു പാവയ്ക്ക തീയലാണ്. ഞങ്ങളിങ്ങനെ മധുരമൊക്കെ ചേർക്കാറുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മൾ കടുകും മുളകൊക്കെ നമ്മൾ താളിച്ചിടുക. അതിന് ശേഷം ഞങ്ങൾ ചെറുതായിട്ട് ചെറിയ ഉള്ളി, കരിവേപ്പിലയും ചേർത്ത് ഒന്ന് മൂപ്പിച്ച് ഇതിൽ ചേർക്കും. അപ്പോൾ ആ ഉള്ളി മൂപ്പിച്ച് ചേർക്കുമ്പോഴാണ് ആ പാവയ്ക്ക തീയലിന് ഒന്ന് കൂടുതൽ ഒരു ടേസ്റ്റ് വരുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ എല്ലാം ഇതിലേക്ക് ചേർത്ത് കൊടുത്തു കഴിഞ്ഞു. നമ്മുടെ പാവയ്ക്ക തീയൽ വളരെ നന്നായിട്ട് റെഡിയായിട്ട് വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റി പാവയ്ക്ക തീയലാണ്. നിങ്ങൾ ഇത് കഴിച്ച് നോക്കണം കേട്ടോ, ഉണ്ടാക്കി നോക്കണം, നന്നായിട്ടുണ്ടാവും. എനിക്ക് സത്യം പറഞ്ഞാൽ പാവയ്ക്ക ഇഷ്ടമല്ല ചെറുപ്പം മുതലേ, പക്ഷേ ഈ ഒരു കറി എനിക്ക് വളരെ ഇഷ്ടമാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. ബൈ ബൈ.